മനസ്സിൻ്റെ അകത്ത് ഏത് വികാര വിചാരങ്ങളും അങ്കുരിക്കുന്ന ചിന്തകളും കൃത്യമായി അള്ളാഹു അറിയുകയും വ്യക്തമായി പിടികൂടി ശിക്ഷിക്കുകയും ചെയ്യും എന്ന് അള്ളാഹുവിൻ്റെ അറിയിപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഉണർത്തിയപ്പോൾ പിന്നെ സഹാബാക്കളിൽ പലർക്കും ഉറക്കമുണ്ടായില്ല എന്നാണ്. പല ആളുകളും ഭക്ഷണം കഴിച്ചില്ല, പല ആളുകളും ഭാര്യയുമായുള്ള ബന്ധങ്ങളിൽ നിന്നൊക്കെ മാറിയിരുന്നു, പല ആളുകളും കച്ചവടങ്ങളിലേക്ക് പോവാതെയായി. കാരണം തെറ്റുകൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് നമുക്ക് ഒരു വേള സ്വാതന്ത്ര്യമുള്ള കാര്യമാണ്. ആ വിഷയത്തിൽ നമുക്ക് ശ്രമിക്കാം, നന്മകൾ ചെയ്യാനും ശ്രമിക്കാം. സമയന വാത്തോഴന അതൊക്കെ നമുക്ക് പരമാവധി പിടിച്ചെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഹൃദയത്തിനുള്ളിലുള്ള വികാര വിചാരങ്ങൾക്ക് അള്ളാഹു ശിക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങൾ ആരും സ്വർഗത്ത് പോകില്ല. കാരണം എത്ര വേണ്ടാന്ന് വെച്ചാൽ ഉള്ളിൽ ചീഞ്ഞു നാറുന്ന ചിന്തകൾ വരും. അപ്പൊ ആ നിലയിൽ അതിനൊക്കെ ഇപ്പൊ അള്ളാഹിന്റെ അടുത്ത് ശിക്ഷ കിട്ടുകയാണെങ്കിൽ ഒരാളും ആഖിറത്തിൽ രക്ഷപ്പെടൂലല്ലോ എന്നൊരു പേടി സഹാബാക്കൾക്ക് തോന്നും. കാരണം അവർക്ക് അങ്ങനെയാണ്, ഉള്ളിൽ പേടി വരും. നമുക്കാണ് ആ പേടിയില്ലാത്തത്. അതിശക്തമായ ഭീതി കൊണ്ട് അവർ ഉറങ്ങാതെ ക്ഷീണിച്ച് ജലാന്തരമായ കണ്ണോടെ ഒരുപാട് ആളുകൾക്ക് വേണ്ടി കൂട്ടത്തിൽ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വിഷയം പറയുകയും ചെയ്തു. മുത്തനബിയെ, മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നുന്ന വിചാരങ്ങൾ, അതിൽ ദുർവിചാരങ്ങൾ ഉണ്ടാവുമല്ലോ, നമുക്ക് അതിൽ ഇടപെടാൻ കഴിയില്ലല്ലോ. മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നില്ലേ, എന്താ ചെയ്യുക? അതിനൊക്കെ ഇപ്പൊ അല്ലാഹു തആല ശിക്ഷിക്കുകയാണെങ്കിൽ ഞങ്ങളെ കൂട്ടത്തിൽ എല്ലാവരും കട്ടപ്പെട്ടതല്ലേ. അപ്പോഴാണ് ഈ ഭാഗം ഇറങ്ങിയത്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. ഒരു മനുഷ്യനോടും അവന് പറ്റുന്നതല്ലാതെ റബ്ബ് തആല കീർത്തിക്കുകയില്ല, നിർബന്ധിക്കുകയില്ല, കൽപ്പിക്കുകയില്ല. അവ നമ്മുടെ നിയന്ത്രണത്തിൽ പെടാത്തത് അള്ളാഹു നമ്മോട് കൽപ്പിച്ചതോ അള്ളാഹുവിന്റെ നിയമാവലി ബന്ധപ്പെട്ടതോ ആയ കാര്യമല്ല. ഉദാഹരണം, ഒരാളിപ്പോ ഇങ്ങനെ ഇരിക്കുമ്പോ വെറുതെ ഇങ്ങനെ തോന്നുന്ന ഒരുപാട് ചെറുപ്പക്കാർക്കുള്ള ഒരു പ്രശ്നം കൂടിയാണത്. നമ്മളിങ്ങനെ കച്ചവടം ചെയ്യാണ്, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാണ്, അല്ലെങ്കിൽ വീട്ടിലിരിക്കുകയാണ്, കൽവിനുള്ളിൽ വെറുതെ ഇങ്ങനെ ചീഞ്ഞു നാറുന്ന ഒരുപാട് ചിന്തകൾ. ആത്മഹത്യ ചെയ്താലോ, ആത്മഹത്യ ചെയ്യലേ, ഇങ്ങനെ തോന്നാ. അല്ലെങ്കിൽ എന്താ അല്ലപ്പാ, എന്താ സംഗതി ഇങ്ങനെ, അല്ലെങ്കിൽ അള്ളാൻ ഉണ്ടാക്കിയപ്പോ ആരാ, അല്ല മനുഷ്യനുള്ളിൽ ഇങ്ങനെ തോന്നുക, അള്ളാൻ ആരെപ്പോ ഉണ്ടാക്കിയത്. ഇങ്ങനെ അറിയാതെ ഉള്ളിന്റെ ഉള്ളിൽ തികട്ടി വരുന്ന ഈ തോന്നലുകൾക്ക് അതിന് അറബിയിൽ ഖവാത്തിർ എന്ന് പറയാം. ഖവാത്തിറിന് മുആഖബത്തില്ല എന്നാണ്, അതിന് ശിക്ഷയില്ല. പക്ഷെ ഈ തോന്നലിന്റെ ആളായി മാറി അതിന്റെ വാദക്കാരനായാൽ അത് എക്സ് മുസ്ലിം ആവും, കാഫിറാവും, ഇസ്ലാമെന്ന് പുറത്തു പോവും, നരകത്ത് പോവുകയും ചെയ്യും. പക്ഷെ നമ്മൾ എത്ര വേണ്ടാന്ന് വെച്ചാലും അറിയാതെ ഈ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന അനിയന്ത്രിതമായ ചിന്തകൾക്ക് അള്ളാഹു തആല ശിക്ഷ നൽകൂല. അള്ളാഹു അതിൽ നിന്നും കാത്തു രക്ഷിക്കട്ടെ. ശിക്ഷ നൽകൂലെങ്കിലും അതിലൊരു പ്രശ്നമുണ്ട്. ഈ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ ഈ ചൊറിച്ചിലും ചിന്തകളും ദുർവിചാരങ്ങളും വരികയാണെങ്കിൽ ഈ ബാത്തുകൾക്കൊന്നും യാതൊരു ടേസ്റ്റും കിട്ടില്ല. അതാണ് ഒക്കെ ഒരു കുത്തിമറിയൽ പരിപാടിയായിരിക്കും. അതാണ്. അപ്പൊ അതിന്ന് ഒഴിവാവാൻ വേണ്ടി പരമാവധി കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ച്, ചിലതിനും മറുപടി ആയിരിക്കും, ചിലതിനും മരുന്നായിരിക്കും, ആ രണ്ടും സ്വീകരിച്ച് അങ്ങനെ തോന്നുന്ന ദുർവിചാരങ്ങളിൽ നിന്നും ദുർമനസ്സുകളിൽ നിന്നൊക്കെ നമ്മൾ ഹൃദയം മാറ്റി വെച്ച് നല്ല ചിന്തയോട് കൂടി ഹുസ്നുൽ ദന്നി ബില്ലാഹ്, അള്ളാനെ കൊണ്ട് നല്ല വിചാരവും നല്ല ചിന്തകളും മാത്രമായിട്ടാകുമ്പോൾ ഓരോ ശ്വാസത്തിനും അതിൻ്റെ ഉള്ളിൽ ദിക്ർ വെക്കാനും അത് അത്യധികം പരമാനന്ദമാക്കാനും നമുക്ക് കഴിയും. എന്നാൽ ചില മനുഷ്യന്മാർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എത്ര വേണ്ടാന്ന് വെച്ചാലും ചിന്തകൾ ഇങ്ങനെ അട്ടിമറിഞ്ഞ് മോശപ്പെട്ടതായി അനിയന്ത്രിതമായിട്ട് ഒഴുകും. അതില് അവന് പടച്ചോനെ, എൻ്റെ മനസ്സിലെ ഓരോ ചിന്തകൾ, അതന്നെ അതിന്റെ തൗബ തന്നെയാണ്. പടച്ചോനെ എന്താപ്പ ചെയ്യാ, വേണ്ടാന്ന് വെച്ചാൽ ഓരോന്ന് മനസ്സിൽ വരികയാണല്ലോ എന്നുള്ള പേടി ഉണ്ടെങ്കിൽ അതിന്റെ തൗബ തന്നെയാണ്. പേടിക്കൊന്നും വേണ്ട. ഞാൻ അങ്ങനെ പേടിക്കണ്ടെന്ന് പറയാൻ കാരണം ഒരുപാട് ചെറുപ്പക്കാർ ഈ പ്രശ്നം വേട്ടയാടുന്നത് അതുകൊണ്ടാണ്. ചിലപ്പോൾ വിശ്വാസപരമായ കാര്യങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ വെറുതെ നമ്മളെ ജീവിതത്തിന്റെ എന്താ ഇങ്ങനെ ഓരോന്ന് തോന്നാം, ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് ആവശ്യമില്ലാതെ ഇങ്ങനെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ അറിയാതെ തന്നെ തോന്നിയാൽ ആത്മഹത്യന്റെ കുറ്റമില്ല. പക്ഷെ അസ്മ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അസ്മ ഉണ്ടെങ്കിൽ, ഉദാഹരണം വ്യഭിചരിക്കണം എന്ന് ഒരാൾ അങ്ങോട്ട് തീരുമാനിച്ചു, പക്ഷേ
വ്യഭിചരിച്ചില്ല, എന്നാലും തീരുമാനിച്ചതിനെ കുറ്റമുണ്ടാവും. അതിന് അസ്മ എന്നാ പറയാ, അതിന് തോന്നലുകൾ എന്നല്ല പറയാം. നേരെ മറിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നാ, കളിച്ചാലോ ഉപചരിച്ചാലോ അങ്ങനെ അറിയാതെ ഉള്ളിൽ നിന്ന് കണ്ട് പൊട്ടി വരുന്ന ആ ചെറിയ തോന്നലുകൾക്ക് അല്ലാഹു തആല ശിക്ഷ നൽകൂല. കാരണം അത് ഒരു വയക്കാരൻ മുഴുവനും വേട്ടയാടുന്ന പ്രശ്നമാണ്. അതിനെ അല്ലാഹു തആല വലിയ ഗൗരവത്തിൽ ശിക്ഷിക്കൂല. എന്നാലും അതിൽ നിന്ന് ഹൃദയത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. അതിന്റെ ഒരു ഭാഗം അതാണെങ്കിൽ മറ്റൊരു ഭാഗം നമ്മളോട് അല്ലാഹു തആല എന്ത് കൽപ്പിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാത്തൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളൊക്കെ സുബഹി 2 റക്അത്തുള്ളൂ. ഈ സമയത്ത് എങ്ങാനും തറാവീനെ കുറിച്ച് പറഞ്ഞ പോലെ 20 റക്അത്ത്, ഇനി വേണ്ട 4 റക്അത്ത് ദൂറിന് പോയി 4 റക്അത്ത് നിസ്കരിക്കുമ്പോൾ അതിന് അൽബക്കർ ഓതണം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ നടക്കുക? അല്ലങ്ങനെ പറഞ്ഞു തൊട്ട് സുബഹിക്ക് എല്ലാവരും പാത്ത് കഴിഞ്ഞാൽ അൽബക്കർ ഓതണം. ഇപ്പോഴത്തന്നെ ഞാൻ ഇടയ്ക്ക് ബാക്കിൽ ഇരിക്കണം എന്തിനാ വെച്ചാല് അത് ചെറിയ പ്രത്യേക ഒരു പരിശോധനയ്ക്ക് ഇരിക്കുക. നിങ്ങളല്ല എൻ്റെ കുട്ടികളെ കൂട്ടത്തിൽ ആരാണ് ഉറങ്ങാൻ കുറെ ആൾക്കാർ ഉറങ്ങും, പക്ഷെ ബോറായി ഉറങ്ങണ ആരാ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കിൽ ഇറക്കിയിരിക്കുന്നത്. അപ്പൊ ഇന്നൊരു 4 ഞാൻ പിടിച്ചിട്ടുണ്ട്. ഞാൻ ഇതിന് അടിപ്രയോഗമൊന്നുമില്ല, അതിൻ്റെതായ ചെറിയ മരുന്ന് ചികിത്സ ഒക്കെ ഉണ്ടാവുന്ന മാത്രം. ഒരാൾക്ക് മനസ്സിലായി ബാക്കിൽ ഞാൻ ഉണ്ട്, കാരണം മൂപ്പര് ഇടങ്ങണിട്ടിട്ട് നോക്കി, പിന്നെ ഒരു ഉറങ്ങിയിട്ടില്ല. അങ്ങനെ ഉണ്ട് ചെറിയ കുട്ടികളുള്ള കുറച്ച് വലിയ കുട്ടികൾ. അപ്പൊ ഇപ്പോഴത്തന്നെ എങ്ങനെയാണെങ്കിൽ സൂറത്തുൽ ബഖറ ഓതിയിട്ട് 4 റക്അത്ത് നിസ്കരിക്കണം സുബഹി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? സുബ്ഹാനല്ലാഹ്. അപ്പൊ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. അല്ലാഹു തആല പറ്റണതേ ഏൽപ്പിച്ചിട്ടുള്ളൂ, വേറൊന്നും ഏൽപ്പിച്ചിട്ടില്ല. ഇനി ഒരു ഭാഗം കൂടി, അതിന്റെ വേറൊരു വിധാനം നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടെങ്കിലും അള്ളാഹ്ക്കറിയാം ഇന്നോനെ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് എന്ന്, അതേ തന്നിട്ടുള്ളൂ. സഹിക്കാൻ കഴിയുന്നതിൽ അപ്പുറം ഒരാൾക്കൊരു പരീക്ഷ ഉണ്ടെങ്കിൽ ഈ സാസിൽ പറയും. നമ്മൾ സാധാരണ പറയും ഓ സഹിക്കാൻ കഴിയില്ല എന്ന്, അത് നല്ല വേദന ഉണ്ട് എന്ന് അതിന്റെ അർത്ഥം. സഹിക്കാൻ കഴിയാതിരുന്ന അപ്പം മരിക്കുവേ. സഹിക്കാൻ കഴിയാതിരുന്ന അപ്പം മരിക്കും. കാരണം ഈ സഹിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്ത് അള്ളാഹ് തരൂല. അപ്പൊ നിങ്ങൾ പറയും ഈ ഞാൻ ഇന്നലെ സഹിക്കാൻ കഴിയാത്തെന്ന് നമ്മൾ പറയാൻ കാരണം ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു എന്നാണ്. സഹിച്ചതുകൊണ്ടല്ലേ പിന്നെ പറയണത്. സഹിക്കാൻ കഴിയാതിരിക്കുമ്പോ മരിക്കൂലേ? നമുക്ക് അല്ലാഹു തആല എന്ത് തരികയാണെങ്കിലും അതൊക്കെ സഹിക്കാൻ കഴിയുന്നതാണ്. ഓരോ ആളുകൾക്ക് എന്ത് കൊടുക്കണം അല്ലാഹ്ക്കറിയാം. ചില ആളുകൾക്ക് അല്ലാഹു തആല ജീവിതകാലത്ത് 4 കുട്ടികളെ ഒപ്പം മരിപ്പിച്ചിട്ടുണ്ടാവും. അയാൾ പിന്നെ ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ടാവും. കാരണം അയാൾക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാവും, പക്ഷെ അത് സഹിച്ച് മുന്നേറി. അപ്പൊ എന്ത് അല്ലാഹു തആല ഓരോ മനുഷ്യന് തരികയാണെങ്കിലും അവന് സഹിക്കാൻ കഴിയുന്നില്ല അപ്പുറം അല്ലാഹ് തരൂല. ആ പരിധിക്കുള്ളിൽ വെച്ചിട്ടുള്ളതേ തരുള്ളൂ. ഏത് വിഷയം എങ്ങനെയാണ്? ഇപ്പോ നിസ്കരിക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചു. ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കണം, ഇരുന്ന് നിസ്കരിക്കാൻ പറ്റില്ലെങ്കിൽ കിടന്ന് നിസ്കരിക്കണം. ആരാപ്പ അത് നോക്കണില്ലേ? ഞാൻ മിക്കവാറും ഈ ക്യാൻസർ രോഗികള് 2 കിഡ്നിയും പോയ ആളുകളടുത്തൊക്കെ പോയാൽ ആദ്യം ചോദിക്കൽ നിസ്കരിക്കുന്നുണ്ടോന്നാണ്. സുഖവിവരങ്ങൾ ചോദിക്കും. ഉസ്താദേ 8 മാസമായിട്ട് കിടപ്പാണ്, ആ 8 മാസമായിട്ട് നിസ്കാരം മിക്കവാറും ആളുകൾ നിസ്കരിച്ചിട്ടുണ്ടാവില്ല. ചില ആളുകൾ ഭയങ്കര ഉദരായിട്ട് പറയും എങ്ങനെ ഉസ്താദ് നിസ്കരിക്കുക, നിൽക്കാനും വയ്യ ഇരിക്കാനും വയ്യ, നിൽക്കാനും ഇരിക്കാനും വയ്യ, കിടന്ന് നിസ്കരിച്ചാൽ മതിയെന്ന്. നിസ്കാരം ഒഴിവാവൂല, നോമ്പ് ഒഴിവാവും സോക്കടാണെങ്കില്, ഹജ്ജ് ഒഴിവാവും സോക്കടാണെങ്കില്, പൈസ ഇല്ലെങ്കിൽ സക്കാത്ത് ഒഴിവാവും, പക്ഷെ ഷഹാത്ത് കലിമ ഒഴിവാവൂല. ഒരാൾ പറയാണ് എനിക്ക് ഷഹാത്ത് കലിമ കൊണ്ടെടുക്കാൻ പറ്റില്ല, കാരണം സോക്കടാന്ന് പറഞ്ഞാൽ അള്ള വിടൂല. അതിന് നേരെ ചുവട്ടിലെ നിസ്കാരം. എനിക്ക് രോഗമായതുകൊണ്ട് നിസ്കരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സമയത്ത് നിസ്കരിക്കാന്റെ പേരിൽ ഏത് ക്യാൻസർ രോഗിയും ശിക്ഷക്കപ്പെടും, ഒരു സംശയവും വേണ്ട. യുദ്ധക്കളത്തിൽ ഒരാള് ഷഹീദായെന്ന ആൾ അല്ലാഹ് വയ്ക്കും ഇന്ത്യ നിസ്കരിക്കാൻ ചെന്ന്. എവിടെ യുദ്ധക്കളത്തിൽ നിസ്കരിക്കണമെന്ന മസല, യുദ്ധക്കളത്തിൽ നിസ്കരിക്കണമെന്ന മസല. സുബ്ഹാനല്ലാഹ്. യുദ്ധക്കളത്തിൽ നിസ്കരിക്കണം എന്ന് പറഞ്ഞ ശരീഅത്തിന്റെ ഉടമകളായ നമ്മൾ കല്യാണത്തിന് നിസ്കരിക്കണില്ല. ഞാൻ ആവർത്തിച്ച് പറയണത്, നിസ്കരിക്കാൻ ഞാൻ നരകം ഉജൂബാണ്, എന്റെ കടമ ഞാൻ തീർക്കുകയാണ്, അള്ളാഹു സാക്ഷിയാണ്. ഒരാള് എവിടെ എങ്ങനെ ഉയർന്നിട്ടും കാര്യമില്ല, നിസ്കാരത്തിൽ പിറകിലാണെങ്കിൽ അത് ഏതെങ്കിലും ഒരു വക്താണെങ്കിലും നരക ഉജൂബാണ്, ഒരു സംശയക്കാര്യത്തിലില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്ര ഗൗരവത്തിൽ പറഞ്ഞ വേറൊരു അമലേ ഇല്ല. ഇമാം തൊബറാനി റിപ്പോർട്ട് ചെയ്ത സ്വഹീഹ് ഹദീസിലെ മൻ തറക സ്വലാത്ത മുതഅമ്മിദൻ ഫഖദ് കഫറ ജിഹാറ. എന്താണ് ഹദീസിന്റെ ഭാഷയിലെ കടുപ്പൊക്കെ?
ആരെങ്കിലും മനഃപൂർവ്വമായിട്ട് ഒരു വഖത്ത് നിസ്കാരം തിരസ്കരിച്ചാൽ അവൻ പച്ചക്ക് കാഫിറാണ്. മുഹമ്മദ് മുസ്തഫ. ഇനി മഹാന്മാർ ഈ ഹദീസ് അടിസ്ഥാനത്തിൽ ഒരുപാട് വിശദീകരണം നടത്തുന്നുണ്ടെന്ന് മാത്രം. ആ കാഫിറാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇമാമുന ഷാഫി റളിയല്ലാഹു പറഞ്ഞു നിസ്കരിക്കാൻ ഏറ്റവും വലിയ തെമ്മാടിയാണ്. പക്ഷെ കാഫിറാന്ന് പറഞ്ഞത് ഇൻസൾട്ട് ആക്കിയതിന്റെ ഉജൂബൊക്കെ ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കുമ്പോഴേ കാഫിറാവുള്ളൂ എന്ന് ഈ ഷാഫി ഇമാം. പക്ഷെ വേറെ ചില മഹാന്മാർ പറയുന്നത് അങ്ങനെയല്ല. മടിയായിട്ട് നിസ്കാരം ഒഴിവാക്കിയാലും ആ സ്പോട്ടിൽ കാഫിറാവെന്ന് പറഞ്ഞ വലിയ ആലിമീങ്ങളുണ്ട്. ഈ നിലക്ക് നമ്മളെ പൊരയിലും കുടുംബത്തിലൊക്കെയാണ് പോയാൽ എത്ര കാഫിര്യങ്ങൾ ഉണ്ടാവും. അതെങ്ങാനും ശരിയാവുകയാണെങ്കിൽ കല്യാണത്തിന് പോയിരുന്ന പുതിയാപ്പള നിസ്കരിച്ചിട്ടുണ്ടാവില്ല, അന്ന് സുബീ നിസ്കരിച്ചിട്ടുണ്ടാവില്ല, ലൂറ് നിസ്കരിച്ചിട്ടുണ്ടാവില്ല, അസർ നിസ്കരിക്കാനുള്ള തീരുമാനം ഉണ്ടാവില്ല. ഇപ്പുറത്ത് മോളെ കെട്ടിച്ചു കൊടുക്കാതിരിക്കണ അമ്മോശം നിസ്കരിച്ചിട്ട് മുഖത്ത് കൊതുവിന്റെ വെള്ളം കയറിയിട്ട് ആഴ്ചകളായിട്ടുണ്ടാവും. വെള്ളിയാഴ്ചക്കാരനാണ്, വെള്ളിയാഴ്ച നിസ്കരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ നിസ്കരിക്കൂല. പ്രധാനപ്പെട്ട മസ്അല അനുസരിച്ചുകൊണ്ട് നിസ്കരിക്കാത്തവൻ നിക്കാഹ് ചെയ്തു കൊടുത്താൽ ആ നിക്കാഹ് സഹിയാവൂല എന്നാണ്. അല്ലാ കേറി ഒന്നും കൂടി ഞാൻ പറയാം. നിസ്കരിക്കാത്തൊരു വാപ്പ മോളെ നിക്കാഹ് ചെയ്തു കൊടുത്താൽ ആ സവ്വജിത്തു ശരിയാവൂല. ഏത് ഖതീബ് ഇപ്പുറത്ത് നിന്നിട്ട് പറഞ്ഞിടത്തും കാര്യമില്ല. ആള് നിസ്കരിക്കാത്തവനാണെങ്കിൽ നിസ്കാരം ശരിയാവൂല, ആ നിക്കാഹ് ശരിയാവൂല. അപ്പൊ എന്തായി? ഇത് നിക്കാഹല്ല, പിന്നെ നടക്കണൊക്കെ വ്യഭിചാരം, അതിലുണ്ടാകണൊക്കെ ജാരസന്താനങ്ങള്. സുബ്ഹാനമഞ്ചല്ല. നിങ്ങൾക്ക് ഇങ്ങനെ കുറേശ്ശെ മനസ്സിലായി തുടങ്ങുന്നുണ്ടാവും ഞാൻ എന്താ ഈ നിക്കാഹിന് നേതൃത്വം കൊടുക്കാത്തതെന്നല്ലേ. കാരണം മിക്കവാറും സ്ഥലത്ത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ പറയില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മിക്കവാറും സ്ഥലത്ത് എവിടെയാണ്, ഏത് ഓഡിറ്റോറിയത്തിൽ പോയാലും അവിടെ നിങ്ങൾ കണ്ടിക്കണം എവിടെയെങ്കിലും നിസ്കരിക്കണം ആണുങ്ങൾ. ഒരു പക്ഷെ ഈ പെണ്ണുങ്ങളൊക്കെ എവിടെ നിന്ന് നിസ്കരിക്കണം? എന്താ നമ്മളത് ചിന്തിക്കാറ്? നമ്മളെ ഭാര്യമാരും ഉമ്മാരും പെങ്ങന്മാരെയൊക്കെ പറഞ്ഞാക്കുമ്പോ നമ്മൾ പറയാറുണ്ടോ നിസ്കരിച്ചിട്ട് വരണം, പുതിയ എണ്ണ ഇറങ്ങിയാലും നിസ്കാരം കള്ളാക്കരുന്ന് പറയലുണ്ടോ? മുഴുവൻ നരകത്തിലല്ലേ. നരകം നമുക്കൊരു പ്രശ്നമല്ലല്ലോ. ഇപ്പൊ ഞാൻ അതിന്റെ ഒരു ഗൗരവ തമാശയിലൊന്നും ഇങ്ങനെയും പറഞ്ഞുതരാം, നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോ ഒന്ന് കള്ളു കുടിച്ചാൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ഒന്ന് ആമീൻ പറയാം, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അഥവാ ഞാനിങ്ങനെ സുജൂദ് പോകുമ്പോ എന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പാക്കറ്റ് വീണെന്നിട്ട പോക്കറ്റിൽ നിന്ന് മൂപ്പരെടുത്ത് മണത്ത് നോക്കുമ്പോ പിന്നെ നേരെ യൂസുഫ് ഖാൻ്റെ അടുത്തും സെൽവാജിന്റെ അടുത്തും പോയിട്ട് എന്തൊക്കെയാ പറയുന്നത്, സാധനം മറ്റേത് വരുന്നെന്ന് കൂട്ടുക. പിന്നെ ഇവിടെ നിങ്ങൾ ഖത്തീബായിട്ട് ഇമാമായിട്ടും വെക്കോ? ഞങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാനാണ്. വെക്കോ? എന്താ വെക്കോ? എന്താ നിങ്ങൾ മിണ്ടാത്തത്? ഇല്ല അല്ലേ? എന്നാ ഞാൻ ഇങ്ങോട്ട് പോയിക്കട്ടെട്ടാ. ഞാൻ അന്ന് സുബീ നിസ്കരിച്ചില്ല, ലോറു നിസ്കരിച്ചില്ല. നിങ്ങൾ ഉള്ളത് പറയണം. എന്നെ ഖത്തീബായിട്ട് വെക്കോ? വെറുതെ പറയരുത്. വെക്കും നിങ്ങൾ വെക്കും, ആ വിഷയമല്ല എന്നാ. നിങ്ങൾ എന്നല്ല, ആരെയും അങ്ങനെ തന്നെ. അവർ ഭക്ത നിസ്കാരമല്ല, അത് മുപ്പരാണ് നിസ്കരിച്ചിട്ടുണ്ടാവുന്നത്. ഞാൻ കേട്ടോളേ, ആദ്യത്തേനേക്കാളും ഗൗരവം രണ്ടാമത്തതാ. കള്ളു കുടിച്ചതിനേക്കാളും ഗൗരവം നിസ്കാരം ഒഴിവാക്കിയത്. കാരണം കള്ളു കുടിച്ചാൽ കാഫിറാവുന്ന ഇങ്ങനെ ഗൗരവത്തിൽ ഒറ്റ അതീതമില്ല. ഇഞ്ഞിന്റെ പോക്കറ്റ് തപ്പാൻ നിൽക്കണ്ട, ഞാൻ അതിന്റെ ഒന്നും ആളല്ല, അതിന് പറഞ്ഞതല്ല. എന്റെ പോക്കറ്റിൽ നിന്ന് അള്ളാന്റെ തൗഫീഖോടുകൂടി ഈ ബുദ്ധി മാറിയിട്ടില്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം നിങ്ങൾക്ക് കിട്ടൂല, അതിനു വേണ്ടി പറഞ്ഞതല്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ആ വിഷയം മനസ്സിലാക്കി തന്നതാണ്. നമ്മളെ കുടുംബത്തിലൊക്കെ അങ്ങനെയാണ്. കള്ളുടിയും വലിയ തമ്മാടിയാണ്, പക്ഷെ അതിനേക്കാളും വലിയ തമ്മാടി നിസ്കരിക്കാത്തവനാണ്. ഇനി ഞാൻ മൂന്നാമത്തെ നോക്കട്ടെ. ഇനി നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പരി പോയോക്കാണ്, പ്രായപൂർത്തിയായ മക്കളിൽ കുറെ ആൾക്കാർ സുബഹി നിസ്കരിച്ചിട്ടുണ്ടാവില്ല. അവിടെ ഞാനൊന്ന് വെച്ചേരാ, ഇവരാ വീട്ടിലുള്ളിടത്തോളം കാലം അള്ളാന്റെ അദാബ് നിങ്ങളെ പൊരയിന്ന് ഒഴിഞ്ഞു മാറില്ല. പ്രായപൂർത്തിയായ മക്കൾ നിസ്കരിക്കാതെ നിങ്ങളെ പൊരയിൽ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അവരവിടെ ഉള്ളിടത്തോളം കാലം അള്ളാന്റെ പരീക്ഷണവും ബലാവും അദാബും നിങ്ങളെ കുടുംബത്തൊന്നും നിങ്ങളെ ഹയാത്തൊന്നും ഒഴിഞ്ഞു പോകില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് വളരെ ഗൗരവമാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. ഒരു മനുഷ്യന് കഴിയുന്നതല്ലാതെ പടച്ചവൻ ആരോടും കീർത്തിച്ചിട്ടില്ല, കൽപ്പിച്ചിട്ടില്ല.
ഇതാണ്ട് ഇറങ്ങിയപ്പോഴാണ് സഹാബാക്കൾക്ക് ആശ്വാസമായത്. അപ്പൊ മനസ്സിന്റെ ഉള്ളിൽ അറിയാതെ മിന്നിമറിയുന്ന അങ്കുരിക്കുന്ന അനിയന്ത്രിതമായ ചിന്തകൾക്ക് പടച്ചവൻ ശിക്ഷിക്കൂല. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അതിനും രക്ഷപ്പെടാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا طيبا مباركا فيه جزيلا جميلا دائما بدوام ملك الله. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. അള്ളാഹുവെ പറഞ്ഞും കേട്ടും കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ പാവങ്ങളാ, ബലഹീനരാ, ഞങ്ങൾക്കൊന്നും അറിയില്ല, എങ്ങനെ ജീവിക്കേണ്ടതെന്ന് അറിയില്ല, എന്താ രക്ഷപ്പെടാനുള്ള മാർഗമൊന്നും അറിയില്ല. നീ എല്ലാത്തിനും വാതിലുകൾ തുറന്നു തരണേ അല്ലാ. ഖൈറില്ലാത്ത എല്ലാ വാതിലുകളിൽ നിന്നും കാത്തുരക്ഷിക്കണേ അല്ലാ. തടുത്തു മാറ്റണേ അല്ലാ. ജീവിതത്തിൽ കടന്നു വരുന്ന ആഹാരം വഷളാവുന്ന എല്ലാ അവസ്ഥയിലും നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. അള്ളാഹുവെ ഹൃദയത്തിലുള്ള ദുർവിചാരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. അള്ളാഹുവെ നിന്റെ ഖജനാവ് തുറന്നു തരണേ അല്ലാ. നിന്റെ ഖജനാവ് തുറന്നു തരണേ അല്ലാ. ദീനും ദുനിയാവും ഇസ്സത്തിലാക്കണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും കടങ്ങളും വീട്ടുകയും മാറ്റുകയും സലാമത്താക്കുകയും ചെയ്യണേ അല്ലാ. ഈ സദസ്സിൽ രാവിലെ തന്നെ നിന്റെ ഖുർആൻ കേൾക്കാൻ വരുന്ന എല്ലാ മോമിനിയങ്ങളെയും അവരുടെ കുടുംബത്തെയും ഞങ്ങളെയും നീ രണ്ട് ലോകത്തും ഇസ്സത്തിന്റെ അഹ്ലുകാരിൽ, നജാത്തിന്റെ അഹ്ലുകാരിൽ പെടുത്തണേ അല്ലാ. ദീനിന് വേണ്ടി ഓടി നടക്കാനുള്ള ആയുസ്സും ആരോഗ്യവും സന്മനസ്സും സൗഭാഗ്യവും കരുത്തും നൽകണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളെല്ലാവരെയും നീ സ്വർഗത്തിലാക്കി തരണേ അല്ലാ. നരകത്തിന്റെ തീച്ചുള്ള ഒരു മൈക്രോ സെക്കൻഡും ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. അള്ളാഹുവെ വേദനകളിൽ നിന്ന്, പട്ടിണിയിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന്, പെടുന്നതിനുള്ള മരണങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളുടെ ഭീകരമുഖങ്ങളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന്, കടക്കണികളിൽ നിന്ന്, മാരണങ്ങളിൽ നിന്ന്, അസൂയകളിൽ നിന്ന്, കണ്ണേറിൽ നിന്ന്, ഏഷണ ഭീഷണിയിൽ നിന്ന്, അപമാന നിന്ദതയിൽ നിന്ന്, പരിഹാസ പരാജയങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാം നിന്റെ മഹലായ ഫضل കൊണ്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. നീ ഞങ്ങളെ റഹ്മത്ത് കൊണ്ട് പൊതിയണേ അല്ലാ. സ്നേഹം കൊണ്ട് സ്വീകരിക്കണേ അല്ലാ. സവാബ് കൊണ്ട് സന്തോഷിപ്പിക്കണേ അല്ലാ. സ്വീകാര്യതയുടെ ലക്ഷണങ്ങൾ തരണേ അല്ലാ. അള്ളാഹുവെ നന്ദി രേഖപ്പെടുത്താനുള്ള മനസ്സ് തരണേ അല്ലാ. നിന്റെ നിഅമത്തിന് നന്ദി രേഖപ്പെടുത്തുന്നവരിൽ പെടുത്തണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് ഇജ്അൽനാ മിൻ ഖയാരി ഉമ്മത്തിഹി വമിൻ മുഹബ്ബിഹി വഗ്ഫിർ ലനാ വലിവാലിദീനാ ولمن دفنوا حول هذا المسجد ولجميع المؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين.